വിശേഷം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയാബീൻ വെച്ചിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സോയാബീൻ എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതന്നെ മതി കേട്ടോ. അത് ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കൂട്ടാൻ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനതവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അതേപോലെ ഒരു 2 സവാള, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, പച്ചമുളക്, പിന്നെ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ 2 വലിയ തക്കാളി ഒന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചട്ടിയിൽ നിന്ന് അത് മാറ്റിയിട്ട് ആ ചട്ടിക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക, അതേപോലെ കുറച്ച് പെരുംജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് തന്നെ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ അതൊന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ അധികം നമുക്ക് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ച മണക്കൊന്ന് പോയി വന്നിട്ട് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സവാള വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്നും അല്ല, വലിയ കുറച്ച് കട്ടിക്ക് തന്നെയാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ അതേപോലെ ഒന്ന് വലിയ കറിവേപ്പില ആയതുകൊണ്ടൊന്ന് നടു മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വാടി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി അതേപോലെ പച്ചമുളക് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണോളം മുളക് പൊടി ഇട്ടാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അതും ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് അതിൻ്റെ പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, നമ്മൾ അരച്ചിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി, അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ പോണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ഗ്രേവി മാതിരിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം സോയാബീൻ അതുകൊണ്ട് വെള്ളം കുടിക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മോര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായി. ഞാൻ ചെറിയ ഉള്ളി മുളച്ചത് കണ്ടപ്പോൾ അതേപോലെ മണ്ണിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തൂമ്പ് വന്നിട്ടുണ്ട് കേട്ടോ, ഉള്ളിത്തൂമ്പ്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഉണ്ടാക്കല്ലേ, അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നന്നായി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നമ്മൾ അടുക്കളയിൽ തന്നെ ഇതേപോലെയൊക്കെ നമുക്ക് നട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ല, അപ്പോൾ അതിൻ്റെ അടിയിൽ നന്നായിട്ട് തന്നെ ഉള്ളിമ വേരൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊളിച്ചിട്ടാൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ആദ്യം അതേപോലെ ഇവിടെ 2 തണ്ട് ഉണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ, ഉള്ളി രണ്ടും. ഇതിപ്പോൾ ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം ചീയുമായിരിക്കും. അപ്പോൾ ഞാനത് അതിന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളി ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ആയി കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നൊന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഈ സമയം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ സോയ ഉണ്ടല്ലോ, നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സോയ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. നമ്മൾ കുട്ടികൾക്കൊക്കെ സോയാബീൻ പൊരിച്ചിട്ട് സ്കൂൾ കൊടുത്താക്കൂലേ, അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. സ്കൂൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തയക്കാനൊക്കെ നല്ല അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ കഴിക്കാനൊക്കെ. ഈ ഒരു കൂട്ടാണെങ്കിൽ ചോറ് ഒരുപാട് നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള സോയാബി വെച്ചിട്ടുള്ള അടിപൊളി ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോയാബി വരട്ടിയതെന്ന് പറയാം, നല്ല അടിപൊളിയാണ്. അപ്പം ഇനി എല്ലാവരും ഇതേപോലെ സോയാബി കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. കഴിക്കാൻ നല്ല അടിപൊളി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുകൊണ്ടിട്ടാ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതുപോലെ ഇനിയും പുതിയ പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇനിയും പുതിയതായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ആ ലൈക്ക് ബട്ടൺമേൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീഡിയോസ് കാണുമ്പോൾ തന്നെ ആരും ചെയ്യാനും മടിച്ച് നിൽക്കല്ലേട്ടാ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക.